السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. أيها الولد 18 درസ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ, ആമീൻ. എല്ലാവരും ക്ലാസുകൾ സജീവമായി കേൾക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖാമത്ത് കൊടുക്കുന്ന ആളുകൾ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ധാരാളം പേർ അറിയിച്ചു. ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം നമുക്ക് ലഭിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ, ആമീൻ. ഇൻഷാ അള്ളാഹ് തഹ്ലീൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ഞായറാഴ്ച ഏതെങ്കിലും ഒരു സമയം കണ്ട് തഹ്ലീലിൻ്റെ ദുആ നടക്കും, ഇൻഷാ അള്ളാഹ്. അതിലേക്ക് ഈ അടുത്തൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടെങ്കിൽ വിവരം തരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ചൊല്ലിയവരിൽ നിന്ന്, ചൊല്ലാനുള്ളവരിൽ നിന്നൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അയ്യുഹൽ വലത് വല്ലാതെ നമ്മെ സ്പർശിക്കുന്നുണ്ട്. വയംബഗി ലക അൻ യകൂന ഖൗലുക വഫിഅലുക മുവാഫിഖൻ ലിശ്ശർഇ. അത്യാവശ്യമാണ് അൻ യകൂന ഖൗലുക, നിന്റെ വാക്കാകൽ, വഫിഅലുക, നിന്റെ പ്രവർത്തനമാകൽ, മുവാഫിഖൻ ലിശ്ശർഇ, ശറഇനോട് യോജിക്കണം. ഇപ്പോൾ പല ആളുകൾക്കും വലിയ കുത്തുബാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ശറഅ് വേണ്ട. ഇതിനേക്കാളും വലിയ ഭീമാബദ്ധവും പൊട്ടത്തരവും നിഫാഖും ഒക്കെ പിന്നെ എന്താണ്? വലിയ ആളായാൽ പിന്നെ ശറഅ് വേണ്ടാന്നോ? ഏറ്റവും വലിയ ആളാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ശറഅ് ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. സുന്നത്ത് നിസ്കരിച്ച് കാലിലൊക്കെ നീര് വന്നിട്ട് ഒരു റക്അത്തിൽ തന്നെ അൽ ബഖറയും ആലു ഇമ്രാനും നിസാഉം മാഇദയും ഓതും. അങ്ങനെയുള്ള റക്അത്തുകളാണ് മുത്തുനബി നിസ്കരിച്ചത്. എന്നിട്ട് ഇപ്പോൾ ചില ആളുകൾ കുത്തുബ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനക്ക് നിസ്കാരം വേണ്ട, സുന്നത്ത് പോട്ടെ ഫർളും വേണ്ടാത്ത കോലം. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഏതെങ്കിലും ആളുകൾ പൊങ്ങുമ്പോഴേക്ക് നമ്മളിങ്ങനെ പിടിച്ച് കൊണ്ടുവരണ്ട. ഇതിൽ ഇൽമു വൽ അമലു ബിലാ ഇഖ്തിദാഇ ശർഇ ളലാല. ഇമാം പച്ചയിൽ പറയാണല്ലോ, ശറഇനോട് യോജിക്കാത്ത, അതിനോട് പിൻപറ്റാത്ത അമലും ഇൽമൊക്കെ എത്ര വലിയ കുത്തുബായിട്ടും കാര്യമില്ല. ളലാലത്തുൻ, അത് വഴികേട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് ളലാലത്താണ്. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, യംബഗീ ലക, നിനക്ക് അത്യാവശ്യമാണ് മോനെ, അല്ലാ തഗ്തറ, നീ വഞ്ചിതനാകാതിരിക്കൽ, നീ പറ്റിക്കപ്പെട്ടവനാകരുത്. ബിശത്ഹി വതഅമ്മാത്തി സൂഫിയ്യ, ചില സൂഫിയാക്കളുടെ ഗഫ്ലത്തുകൾ, അശ്രദ്ധകൾ, അവരുടെ ചേഷ്ടകൾ, അതിൽ നീ പെട്ടുപോകരുത്, നീ വഞ്ചിതനായി പോകരുത്. എന്ന് പറഞ്ഞാൽ ചില സൂഫിയാക്കൾ അവർക്ക് അള്ളാഹുവിലേക്കുള്ള ആ ലയനത്തിൽ
അങ്ങാകുമ്പോൾ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവരുടെ തക്ലീഫ് നഷ്ടപ്പെട്ട് ജദ്ബിൻ്റെ ഹാലിലേക്ക് പോകും. അതായത് അള്ളാഹുവിലേക്കുള്ള ആ വലിയ സാമീപ്യത്തിൽ അവർക്ക് ബാലൻസ് നഷ്ടപ്പെടുകയാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പക്ഷെ അവരെ നമുക്ക് മാതൃകയാക്കാൻ പറ്റൂല. കാരണം അവർക്ക് പലതും ഭ്രാന്തനായിപ്പോയി. മുക്കല്ലഫ് എന്ന പരുവത്തിൽ നിന്ന് അവർ പോയി. അവർ ഔലിയാക്കൾ തന്നെയാണ്. പക്ഷേ അവർക്ക് ആ ഉയർച്ചയിൽ അവരുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് അത്തരം സൂഫിയാക്കളെ നീ മാതൃകയാക്കി വഞ്ചിതനായി പോകരുത്. അമ്പിയാക്കളിൽ അങ്ങനെ ഉണ്ടാകൂല. കാരണം അവരൊക്കെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിൽ ശരീരത്തെ പിടിച്ചു നിർത്താൻ, ബാലൻസ് ചെയ്യാൻ അള്ളാഹു പ്രത്യേകം കഴിവ് കൊടുത്തവരാണ് അമ്പിയാക്കൾ. ചില ഔലിയാക്കളും ആ കഴിവുള്ളവരാണ്. സയ്യിദി ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ആ 4 അഖ്താബുകളും ചരിത്രം അങ്ങനെ തന്നെയാണ്. അവർക്കൊക്കെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആലിമീങ്ങളല്ലേ വലിയ ഔലിയാക്കൾ. അപ്പോൾ ആ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ പവറിനെയാണ് അത് അറിയിക്കുന്നത്. പവർ കുറയുമ്പോഴാണ് ജദ്ബിലേക്ക് എത്തുന്നത്. അതൊരു വിശാലമായ ലോകമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പിന്തുടരാൻ പാടില്ല. ലഅന്ന സുലൂക ഹാദ ത്വരീഖ്, ഈ യഥാർത്ഥ റൂട്ടിലേക്കുള്ള പ്രവേശനം യകൂനു ബിൽ മുജാഹദ, കഠിനാധ്വാനം കൊണ്ടേ അത് കിട്ടുള്ളൂ. വഖത്ഇ ശഹ്വത്തിൻ നഫ്സ്, ശരീരത്തിൻ്റെ വികാരങ്ങളെ മുറിച്ച് കട്ട് ചെയ്യണം. വഖത്ലി ഹവാഹ ബിസൈഫിർ റിയാള, ശരീരത്തിൻ്റെ ഇച്ഛകളെ കൊന്നുകളയണം. ബിസൈഫിർ റിയാള, നിരന്തരമാകുന്ന റിയാളയാകുന്ന വാളുകൊണ്ട് വെട്ടിമുറിക്കണം ശരീരത്തിൻ്റെ ചേഷ്ടകളെയും ശരീരത്തിൻ്റെ അനാവശ്യമായ വൈകാരികതയെയും ശരീരത്തിൻ്റെ ഇച്ഛയൊക്കെ കൃത്യമായി മുറിച്ച് കളയണം. നിരന്തരമായ റിയാള, പരിശീലനം, നിരന്തരമായ ദിക്റുകൾ, നിരന്തരമായ ഇബാദാത്തുകൾ, ഇതൊക്കെ റിയാളയിൽപ്പെടും. പിന്നെന്തല്ല ലാബി ത്വമാത്തി വത്തറഹാത്ത്, ചേഷ്ടകളും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളും. അതുകൊണ്ടല്ല എന്ത് കിട്ടുന്നത്, ഈ ആത്മീയ ലോകത്തേക്കുള്ള വിലായത്തിലേക്കുള്ള ഒരു പോസ്റ്റ് കിട്ടുന്നത് കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഇബാദാത്തുകളിൽ, ദിക്റുകളിൽ കഠിനമായി ശ്രമിക്കണം. അങ്ങനെയാണ് എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായിട്ടുള്ളത്. ആ ശ്രമത്തിനിടയിൽ ചിലർക്ക് ഇടർച്ച സംഭവിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജദ്ബ് നിയന്ത്രിക്കാൻ കഴിയാതെയാകും. അവര് ആ ജദ്ബുള്ള കാലത്ത് മാനസിക രൂപമാണ് അവർക്ക്. ഖലാ ഉൽ മജാനീൻ, ഭ്രാന്തന്മാരിലെ ബുദ്ധിയുള്ളവർ എന്നാണ് അവരെക്കുറിച്ച് ഔലിയാ ലോകം പറയുന്നത്. ഖലാ ഉൽ മജാനീൻ, ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ളവർ. അപ്പോൾ അവർക്ക് തക്ലീഫില്ല ഈ വിഷയത്തിൽ. അപ്പോൾ കഠിനാധ്വാനം കൊണ്ട് റിയാളകളിലൂടെ, നിരന്തരമായ റിയാളകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനോത്തുകൾ, തപസ്യകൾ, ഇങ്ങനെ ഉണ്ടായാലേ എന്ത് ലഭിക്കുള്ളൂ, വിലായത്തും ഈ അള്ളാഹുവിൻ്റെ സമീപ്യത്തിലേക്കുള്ള ആ റൂട്ടും തെളിഞ്ഞു വരികയുള്ളൂ. അല്ലാഹ്, ചില ആളുകൾക്ക് കുത്തുബ്, ഷെയ്ഖ്, ഗൗസ് എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു വേഷം കെട്ടലും കാട്ടിക്കൂട്ടലും, ഇതൊന്നുമല്ല വിലായത്തും കറാമത്തും ഒന്നും. കുറേ തട്ടിപ്പുകാർ, വെട്ടിപ്പുകാർ ഈ ഫീൽഡിൽ വിലസുന്നുണ്ട്. നമ്മളെല്ലാവരും അത് നിരീക്ഷിക്കുകയും ബോധമുള്ളവരായി തീരുകയും വേണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരീഅത്തിൻ്റെ നിയമം വിട്ട് ഒരു ത്വരീഖത്തും ഇല്ല, ഒരു തസവുഫും ഇല്ല, ഒന്നുമില്ല. വഅലം അന്നൽ ലിസാനൽ മുത്ലഖ്, അഴിച്ചിടപ്പെട്ട നാവ്,
والقلب المطبق المملوء بالغفلة والشهوة വികാരങ്ങളും ആവശ്യമില്ലാത്ത വികാരങ്ങളും അശ്രദ്ധകളും നിറക്കപ്പെട്ട ഹൃദയം, ഇതൊക്കെ അലാമത്തു ഷഖാവ, അത് പരാജയത്തിൻ്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. അലാമത്തു ഷഖാവ, നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത അഴുക്ക് ചാല് പോലെ. നാവ് അങ്ങനെ ആകരുത്, അഴുക്ക് ചാല് പോലെ ആകരുത്. അഴുക്ക് ചാലിൽ എല്ലാതും വരും. ചിലപ്പോൾ നല്ലതായി, തേങ്ങ ഒഴുകിപ്പോകും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒഴുകിപ്പോകും, ചിലപ്പോൾ ബാക്കിൽ മാലിന്യങ്ങൾ ഉണ്ടാവും. എല്ലാം ഒഴുകുന്ന ഒരു ഇടമാകരുത് നമ്മുടെ നാവും പരിസരവും. അലാമത്തു ഷഖാവ, അങ്ങനെ ഒരു അഴിച്ചിടപ്പെട്ട നാവും കൂരിരുട്ടുള്ള ഹൃദയവും ഉണ്ടായാൽ അത് ഷഖാവത്ത് തന്നെയാണ്. ദുർമാർഗവും ദുർമാർഗിയുമൊക്കെയായി അത്തരം മനുഷ്യന്മാർ മാറുകയാണ്. ഹത്താ ലാ തഖ്തുല നഫ്സക ബിസിദ്ഖിൽ മുജാഹദ, അങ്ങനെയാകുമ്പോൾ മുജാഹദത്ത് കൊണ്ട് നിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ നിനക്ക് കഴിയില്ല. ഈ രൂപത്തിലുള്ള നാവ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും ആവശ്യമില്ലാത്ത കുറേ വിഷയങ്ങൾ. അവനക്കൊരു മുജാഹദത്തും കിട്ടൂല. ലൻ തുഹിയ ഖൽബക ബി അൻവാരിൽ മഅരിഫ, മഅരിഫത്ത് ആകുന്ന വലിയ വിഷയം, അതിന് വലിയ നൂറുണ്ട്. അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിന് ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ശോഭയുണ്ട്. ആ നൂറ് കൊണ്ട് നിന്റെ ഹൃദയം ജീവിക്കുകയും ഇല്ല. ആ നൂറ് കൊണ്ട് ജീവിക്കൂല്ല. നിന്റെ ഹൃദയത്തിനെ ജീവിപ്പിക്കാൻ കഴിയൂല. അതുപോലെ ശരീരത്തെ മുജാഹദത്ത് കൊണ്ട്, അതിശക്തമായ മുജാഹദത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയൂല. അള്ളാഹു നമുക്കതിന് നല്ല ഉന്മേഷത്തോടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലത്ത് വിരാജിക്കുന്ന പല രൂപത്തിലുള്ള വേഷത്തിലുള്ള പല ശൈഖന്മാരുടെയും കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ജീവിക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ ഈമാനും ഹിദായത്തും ഉറപ്പിച്ച്, അത് നന്നായി ഉറപ്പിച്ച് തീരുമാനമാക്കി ആ രൂപത്തിൽ ഉറപ്പിച്ചാൽ ആ രൂപത്തിലുള്ള ഈമാൻ ഉറപ്പിച്ച് നമ്മൾ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അയ്യുഹൽ വലതൊക്കെ നമ്മോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു സന്തോഷം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യുഹൽ വലതിൻ്റെ പഠിതാക്കളൊക്കെ ശ്രദ്ധയോടെ സന്തോഷത്തോടെ നമുക്ക് ഇരു ലോകത്തും ജീവിക്കണം. എല്ലാത്തിനും അർഹമുർ-റാഹിമായ റബ്ബ് അല്ലാഹു തആല എല്ലാ സന്തോഷങ്ങളും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ഖിദ്മാത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.